അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്കെല്ലാവർക്കുമുള്ള ഒരു ഭയം, നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതാനുഗ്രഹങ്ങൾ, സൗകര്യങ്ങൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എല്ലാവർക്കും ആശങ്കയുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ആരോഗ്യം, നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം, അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ മറ്റ് സൗകര്യങ്ങൾ, നമ്മുടെ ഇണകൾ, ദാമ്പത്യം, നമ്മുടെ മക്കൾ, അങ്ങനെ എന്തെല്ലാം നാം സന്തോഷകരമായും അനുഗ്രഹമായും കാണുന്നുണ്ടോ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് നമ്മളേറെ ഭയപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നൊരു കാര്യമാണ്. സത്യത്തിൽ നമ്മുടെ എല്ലാ ആശങ്കകളും കേന്ദ്രീകരിക്കപ്പെടുന്ന ഇത്തരം കാര്യത്തിലാണ്. ഒരാൾ ഒരു റിട്ടയർമെൻറ്റിലേക്ക് പോകുമ്പോൾ അയാൾക്കുള്ള പേടി, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, എനിക്കെൻ്റെ വരുമാനങ്ങൾ ഇതുപോലെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. ഒരു പ്രവാസി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾക്കുള്ളൊരു ഭയം അതാണ്. അപ്പോൾ ഈ ഒരു ഭയം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. സത്യത്തിൽ നമുക്ക് സമാശ്വാസവും ധൈര്യവും പകരുന്ന ഒരാശയം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു വചനം തന്നെയാണത്. അതായത് മുൻകഴിഞ്ഞ പല സമുദായങ്ങളെയും സമൂഹങ്ങളെയും അള്ളാഹു നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ആ നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളൊക്കെ ഏറ്റവും വലിയ ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ ഫിർഔനെക്കുറിച്ച് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വേച്ഛാധിപതിയായ ഒരു നാടിൻ്റെ ദൈവമെന്ന് അവകാശപ്പെടാൻ മാത്രം ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ച സൗകര്യങ്ങളുടെയും അധികാരത്തിൻ്റെയും ഉടമസ്ഥനായിരുന്നു. അതേപോലെ തന്നെ മനോഹരമായ ഭൂമികളും തോട്ടങ്ങളും നദികളുമുള്ള സമൂഹങ്ങളുണ്ടായിരുന്നു. വളരെ വലിയ പാറക്കല്ലുകളെ തുരന്ന് വീടുകളുണ്ടാക്കാൻ മാത്രം ശക്തരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ നാശം സംഭവിച്ചപ്പോൾ അവരൊന്നുമല്ലാതായി. ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ദാലിക ബി അന്നല്ലാഹ ലം യക്കു മുഗയ്യിറൻ നിഅമതൻ അൻഅമഹ അലാ ഖൗമിൻ എന്നാണ്. കാരണം അള്ളാഹു എന്തിയില്ല, ഒരു ജനതയ്ക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിൽ അള്ളാഹു മാറ്റം വരുത്തില്ല. അവരത് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്നായിരിക്കും അള്ളാഹു തീരുമാനിക്കുക. എപ്പോഴാണത് മാറ്റം വരുത്തുക, എപ്പോഴാണ് അള്ളാഹു അതിൽ ഇടപെടുക? ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരുടെ ജീവിതത്തിൽ അവർ മാറ്റം വരുത്തുന്നത് വരെ. സ്വയം അവർ മാറുമ്പോൾ അള്ളാഹുവും അതിൽ മാറ്റം വരുത്തും. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് നന്ദി കാണിക്കാൻ വേണ്ടി. അപ്പോൾ നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു ആ അനുഗ്രഹത്തെ എന്തു ചെയ്യും? നമുക്ക് വർദ്ധിപ്പിച്ച് തരും. ലഇൻ ശകർത്തും ലഅസീദന്നക്കും, അള്ളാഹു അത് വർദ്ധിപ്പിച്ച് തരികയാണ് ചെയ്യുക. എന്നാൽ അത്രയും അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടും നമ്മൾ യാതൊരു ഓർമ്മയില്ലാതെ അള്ളാഹുവിന് മറന്ന് ജീവിക്കുമ്പോൾ അള്ളാഹു ആ അനുഗ്രഹങ്ങൾ നമ്മളിന്ന് തിരിച്ചെടുക്കും. ജീവിതത്തിൽ അങ്ങനെ ഒരു സുഖമോ അനുഗ്രഹങ്ങളൊന്നും ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് സഹിച്ച് അനുഭവിച്ച് പോകാൻ പറ്റും. എന്നാൽ എല്ലാം അനുഭവിച്ച ഒരാൾക്കത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, പ്രയാസം, അപമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് ജീവിത സൗകര്യങ്ങളിലും അനുഗ്രഹങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നമുക്കെപ്പോഴും ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇതിലേറ്റവും വലിയ ഒരു ദുരന്തമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അള്ളാഹു അനുഗ്രഹം നൽകിയ ആളുകൾ ധിക്കാരവും തെറ്റും പാപങ്ങളും ചെയ്യുമ്പോൾ അവർ സത്യത്തിൽ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ കൊണ്ടാണ് അള്ളാഹുവോട് നന്ദി ചെയ്യുന്നത്, അല്ലേ? ഒരു വലിയ റിസോർട്ടിൽ പോയി എല്ലാ അവിഹിത ബന്ധങ്ങളും വ്യഭിചാരവും നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിന് വാടക കൊടുക്കാനും അവിടുത്തെ സൗകര്യങ്ങൾക്കും അവിടെ എത്തിപ്പെടാനുള്ള നല്ല വാഹനവും സൗകര്യങ്ങളും എല്ലാം അള്ളാഹു കൊടുത്തു. അതാണ് അയാൾക്ക് അള്ളാഹു കൊടുത്ത വരുമാനത്തിൽ നിന്നാണ് അയാൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അള്ളാഹുവിനെതിരായി ഉപയോഗിക്കുക എന്നും കൊണ്ട് പറയുമ്പോൾ എത്ര ഗൗരവപരമായ ഒരു കാര്യമാകുന്നു. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ആയത്തിൻ്റെ അവസാനത്തിൽ കാണാൻ പറ്റും അന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന്. അതായത് അള്ളാഹു എല്ലാം കേൾക്കും, അറിയും. എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ആ കാഴ്ചക്കും കേൾവിക്കും മുന്നിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും
എന്നത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ അവൻ അനുകൂലമായി ഉപയോഗിക്കുവാനും അവനെതിരായി ഉപയോഗിക്കാതിരിക്കാനും പരമാവധി സൂക്ഷ്മത പാലിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.